നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ അതിമനോഹരമാക്കാൻ ഇനി മൊണാർക്ക് നിങ്ങളോടൊപ്പം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നബീൽ മൊണാർക്ക് UPVC വിൻഡോസ് അലൂമിനിയം സിസ്റ്റം വിൻഡോസ് പെരിന്തൽമണ്ണ. നമ്മളൊന്നുള്ളത് മൊണാർക്ക് UPVCയുടെ ഒരു എക്സ്പീരിയൻസ് സെന്ററിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പട്ടിക്കാട് ചുങ്കത്ത് ജാമിയ സഫ മാളില് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം ഒരു 19 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിൽ ചെയ്ത ഡിസ്പ്ലേകൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ. അപ്പോൾ ഇതിന്റെ എൻട്രൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് UPVCയിൽ ഒരു 3 ട്രാക്ക് സ്ലൈഡിംഗ് ഡോർ ആണ്. ഇത് UPVCയിൽ ഗോൾഡൻ ഓക്ക് എന്ന് പറഞ്ഞൊരു ഫിനിഷാണ്. അതായത് നമ്മുടെ മരത്തിനോട് വുഡിനോട് സാമ്യമായിട്ടുള്ള ഗോൾഡൻ ഓക്ക് എന്ന് പറഞ്ഞൊരു ഫിനിഷാണിത്. UPVCയിൽ 3 ട്രാക്ക് സ്ലൈഡിംഗ് ഡോറാണ്. നമുക്ക് UPVCയിൽ വൈറ്റ് കളർ കൂടാതെ ലാമിനേഷൻ പ്രൊഫൈൽസ് വരുന്നുണ്ട്. അത് ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ കളർ ഇത് കണ്ടോ, ഇത് ഗോൾഡൻ ഓക്ക് എന്ന് പറഞ്ഞ ഫിനിഷാണ്. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഈ ഒരു വിൻഡോ ഇത് ഡാർക്ക് ഓക്ക് ആണ്. ഡാർക്ക് ഓക്ക് പറഞ്ഞ ഒരു കളറാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ഓക്ക്, ഡാർക്ക് ഓക്ക് കൂടാതെ പിന്നെ മഹാഗണി ഓക്ക്, അതേപോലെ ബ്ലാക്ക്, ഗ്രേ, ഇങ്ങനെ നമുക്കൊരു 5 കളറ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ വിൻഡോസും പരിചയപ്പെടാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക് ഓക്ക് കളറിൽ വരുന്ന സ്ലൈഡിംഗ് വിൻഡോ, UPVCയിൽ സ്ലൈഡിംഗ് വിൻഡോ ആണ്. നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആണ്. ഇത് വളരെ റയർ ആയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് കോസ്റ്റ് വരുന്നതാണ്. പക്ഷെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. കോർട്ട്യാർഡ് ഏരിയ, പാഷ്യൂ ഏരിയ, ഈ ഏരിയകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്ലൈഡിങ് ഫോൾഡിംഗ് ആണ് കൊടുക്കുന്നത് വെച്ചാൽ ആ വീട് നമുക്ക് വളരെ മനോഹരമായിട്ടിരിക്കും. ഈ സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല. അതെങ്ങനെ നമുക്കൊന്ന് കാണാം. ഈ ഒരു സ്ലൈഡിങ് ഫോൾഡിങ്ങിൽ ഈ ഒരു ഡിസൈൻ അല്ലെ, ഈ ഒരു ജോർജൻ ബാർ ഡിസൈൻ എന്ന് പറയും. ജോർജൻ ബാർ, അതേപോലെ സ്ട്രിപ്പ് ഡിസൈൻ എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തത് എന്താ വെച്ചാൽ ഒരു യൂണീക്ക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു വിദേശ ടച്ച്, ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് നമുക്ക് ഈ ഒരു ഫോൾഡിങ്ങിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് UPVCയിൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു 2 ട്രാക്ക് സ്ലൈഡിംഗ് വിൻഡോ ആണ്. ഇത് ജസ്റ്റ് ഒരു 2 ട്രാക്ക് സ്ലൈഡിംഗ് വിൻഡോ. നമുക്ക് ഏതൊരു ഡിസൈനും ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ ചെയ്തതാണ്. ഈ ഒരു വിൻഡോ UPVCയിൽ ഓപ്പൺ വിൻഡോ ആണ്. അതായത് കേസ്മെന്റ് വിൻഡോ എന്ന് പറയും. ഇത് 2 സൈഡ് ഭാഗത്തും ഓപ്പണിങ്ങും, മുകൾ ഭാഗത്ത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റപ്പ് ആണ്. മുകളിലേക്ക് പൊക്കുന്ന ടൈപ്പ് ലിഫ്റ്റപ്പും, പിന്നെ ഈ ഒരു ഗ്ലാസ് ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പൊ നമ്മളിപ്പോ കണ്ട ഒരു കേസ്മെന്റ് വിൻഡോയുടെ ഇൻസൈഡ് ഭാഗമാണത്. അപ്പൊ ഇതിന്റെ ഹാൻഡിൽ കാണാം. നമുക്കൊരു വിദേശ മോഡൽ ഹാൻഡിലാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഈ ഹാൻഡിലിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് വരുന്ന ഒരു ബാക്ക് സിസ്റ്റം ആണ്. ഒരു മൾട്ടി സിസ്റ്റം ആണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു 2 റിസീവറിലേക്ക് ഇതിന്റെ ബാക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് ലോക്ക് ആയിട്ടാണ് ഇത് ഹാൻഡിൽ ലോക്ക് ആവുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇതാണ് ഹാൻഡിൽ. ഇപ്പൊ നേരത്തെ കണ്ട ഹാൻഡിലാണ്. ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു മൾട്ടി ലോക്കാണ് നമ്മൾ വിൻഡോക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു വിൻഡോയുടെ ഹിഞ്ചസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ, ഈ ഒരു ഹിഞ്ചസ് കണ്ടോ, ഒരു ഇതിമേ മെൻഷൻ ചെയ്ത് കണ്ടോ 304, അതായത് ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റീലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രിക്ഷൻ സ്റ്റേ എന്ന് പറയും. ഇപ്പൊ ഇത് നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിൽ ഒരു ക്യാബിനാണ്, ഒരു ചെറിയൊരു ഓഫീസ് ക്യാബിൻ ചെയ്തതാണ്. അപ്പൊ അതിന് നമ്മൾ ഡോറ് കൊടുത്താണത്. ഒരു 2 ട്രാക്കിൽ സ്ലൈഡിങ് ഡോറാണ് ഈ കൊടുത്തുള്ളത്. നമുക്കിത് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കൊരു ഇത്ര നല്ല ലോഡ്, നല്ല വെയിറ്റുള്ളൊരു ഡോറാണത്. പക്ഷെ നമുക്ക്
സിമ്പിൾ ആയിട്ട് ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഓഫീസിൽ ഇവിടെ ഒരു ക്യാബിനിൽ ഒരു ഡിസ്പ്ലേ ചെയ്തതാണ്. പക്ഷെ ഈ ഒരു പോർഷൻ ശരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കോർട്ട്യാർഡ്, ബാൽക്കണി, പാഷ്യൂ ഏരിയ, പ്രയർ റൂമിന്റെ എൻട്രൻസ്, ഇങ്ങനെ ഒരുപാട് ഏരിയകൾ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ലോക്ക് സിസ്റ്റം ആണെങ്കിലും നമുക്ക് എസ് ബാഗ് ആണ് വരുന്നത്. അതേപോലെ കീ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഈ ലിവർ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഇത് ഈ ഒരു ക്യാബിനിൽ, ഈ ഒരു ഓഫീസ് ക്യാബിനിൽ നിന്ന് പുറത്ത് നമുക്ക് വേറൊരു ബാൽക്കണിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ആ ബാൽക്കണി ഭാഗത്ത് നിന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇത് ഏകദേശം ഓൾമോസ്റ്റ് ഫിക്സഡ് ഗ്ലാസ് ആണ്. ഇതൊരു മെയിൻ ഡോറാണ്. പിന്നെ ഇത് 2 ലിഫ്റ്റപ്പ് ആണ്, മുകളിലേക്ക് പൊക്കുന്ന ടൈപ്പ് ലിഫ്റ്റപ്പ് ആണ്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. നമുക്ക് പുറത്ത് ബാൽക്കണി, പാഷ്യൂ ഏരിയ, കോർട്ട്യാർഡ് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇത് മെയിൻ ഡോറാണ്. ഇത് തുറന്ന് നമുക്കിങ്ങനെ അകത്ത് പുറത്തേക്ക് പോകുന്ന രൂപത്തേക്ക് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ലിഫ്റ്റപ്പ് എന്ന് പറഞ്ഞ സംഭവം. ലിഫ്റ്റപ്പ് പറയുമ്പോൾ കണ്ടോ, നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് പൊസിഷനിലാണ് വേണ്ടത് വെച്ചാൽ അതിൽ നമുക്ക് നിർത്താൻ പറ്റും. കാണാൻ നല്ല ഭംഗിയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ഡിസൈന്. ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇതൊരു 2 ട്രാക്കിൽ 4 ഷട്ടർ എന്ന് പറഞ്ഞ ഡിസൈനാണ്. അതായത് വളരെ ഒരു യൂണീക്ക് സ്റ്റൈലാണിത്. ഇപ്പൊ ഈ ഒരു ഡിസൈൻ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോർജിയൻ ബാർ ഈ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നേരത്തെ നമ്മൾ കണ്ടത് സ്ലൈഡിങ് ഫോൾഡിങ് ആയിരുന്നു. പക്ഷെ ഇത് സ്ലൈഡിങ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട 2 ട്രാക്ക് സ്ലൈഡിങ് പോലെ ഇതൊരു 2 ട്രാക്കിൽ 4 ഷട്ടർ സ്ലൈഡിങ് ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ 2 സൈഡ് ഭാഗം ഫിക്സഡ് ഗ്ലാസ് ആണ്. അതായത് ഈ ഒരു പോർഷനും ഇതും, ഈ 2 ഗ്ലാസും ഫിക്സഡ് ഗ്ലാസ് ആണ്. ഇതിന്റെ സെന്റർ ഭാഗമാണ് നമുക്ക് സ്ലൈഡ് ചെയ്യുന്നത്. ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ ഔട്ട്സൈഡ് ഭാഗമാണ്. ഇതാണ് ഇൻസൈഡ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ലോക്ക് വരുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ്. വിൻഡോസുകൾ ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച കംപ്ലീറ്റ് UPVC ആയിരുന്നു. അപ്പൊ ഇത് അലുമിനിയം ആണ്. അലുമിനിയത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് നമുക്ക് 40 സീരീസ് ആണ്. ഇത് 40 സീരീസ് എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന അലുമിനിയം വിൻഡോസ് ആണ്. ഹിൻഡാൽകോ ബ്രാൻഡ് ആണിത്. ഒരു ലൈറ്റ് ഗോൾഡ് കളറാണ് നമ്മളിവിടെ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോക്ക് കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ കിങ് ലോങ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബ്രാൻഡാണ്. അതേപോലെ ഇതിന്റെ ബീഡിങ് ആണെങ്കിലും EPDM ബീഡിങ് ആണ്. ദ്രവിച്ചു പോവാത്ത നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബീഡിങ് ആണ്. ഗ്ലാസ് നമുക്ക് പിന്നെ ഏത് ഗ്ലാസും, ഇനിയിപ്പോ UPVC ആണെങ്കിലും അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണെങ്കിലും ഗ്ലാസ് നമുക്ക് ഏത് ഗ്ലാസും ചെയ്യാം. 6mm, 5mm, 8mm, 10mm, ഇങ്ങനെ ടഫൺ ഗ്ലാസ്, അതുപോലെ ലാമിനേഷൻ ഗ്ലാസ്, DGU ഗ്ലാസ്, ഇങ്ങനെ ഏത് ഐറ്റം ഗ്ലാസ് നമുക്ക് UPVC ആണെങ്കിലും അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 50 സീരീസ് അലുമിനിയത്തിൽ. നേരത്തെ നമ്മൾ കണ്ടത് അലുമിനിയം 40 സീരീസ് ആയിരുന്നു. ഇത് 50 സീരീസ് ആണ് അലുമിനിയത്തിൽ. ഹിൻഡാൽകോ ബ്രാൻഡ് ആണ്. കളർ ഫിനിഷ് ഒരു ഗ്രേ കളറാണ്. പിന്നെ ഹാൻഡിൽ നമുക്ക് വന്നിട്ട് കിങ് ലോങ്ങിന്റെ ബ്രാൻഡ് എസ് ബാഗ് ഹാൻഡിലാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പിന്നെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. നമ്മൾ നേരത്തെ UPVC പറഞ്ഞ പോലെ തന്നെ ഇതൊരു എസ് പാക്ക് സിസ്റ്റം ആണ്. ഒരു മൾട്ടി ലോക്കാണ്. ഇതാണ് അതിന്റെ സിസ്റ്റം വരുന്നത്. ഈ ഒരു 50 സീരീസിന്റെ ഹിഞ്ചസ് ഇപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തത് ഫ്രിക്ഷൻ സ്റ്റേ ആയിരുന്നു. ഇതിന് ബട്ടർഫ്ലൈ ഹിഞ്ചസ് എന്ന് പറയാം. ഇത് നോർമൽ വിജാഗുരിന്റെ ആ ഒരു സിസ്റ്റം ആണിത്. ഇനി ഈ ഒരു വിൻഡോ ഇത് ശരിക്കും ഡോർ പർപ്പസ് ആണ്. ഇത് നമ്മൾ വിൻഡോ ആയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇത് അലുമിനിയത്തിൽ സിസ്റ്റം വിൻഡോസിൽ ഹിൻഡാൽകോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന 52 സീരീസ് ആണ്. 52 ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ മെയിൻ ഡോറുകളാണ്. മെയിൻ ഡോറ്, പിന്നെ ഓഫീസ് ഡോറുകൾ, ബെഡ്റൂം ഡോറ്, ഗ്ലാസ് അല്ലെങ്കിൽ പാനൽ ഷീറ്റ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ആ ഒരു 52 സീരീസിന്റെ ആ ഒരു ഡോറിന്റെ ഇൻസൈഡ് വ്യൂ ആണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ റൂമാണെങ്കിലും ഓഫീസ് ആണെങ്കിലും അതിന്റെ അകത്ത് ഭാഗം ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് വിൻഡോസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വിൻഡോസ് ആകുമ്പോൾ നമുക്ക് ഈ ലോക്ക് മാറ്റി വേറെ ലോക്കാണ് വരിക. ഡോറായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഡോറായിട്ട് ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വിൻഡോന്റെ സൈസിൽ നമ്മളൊരു ഡോറായിട്ട്
ഒരു ചെറിയ ഡെമോ ചെയ്തതാണ്. ഇതിന് കൊടുത്ത ലോക്കും അതേപോലെ തന്നെ നമ്മൾ കിങ് ലോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ലോക്കാണ്. ഇത് ഈ ഒരു വിൻഡോ, ഇത് അലൂമിനിയത്തിൽ ഹിൻഡാൽകോ ബ്രാൻഡിൽ വരുന്നൊരു 27 സീരീസ് വിൻഡോ ആണ്. സ്ലൈഡിംഗ് ആണ്. കളർ ഫിനിഷ് വന്നിട്ട് നമുക്കൊരു ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തുള്ളത്. ഈ ഒരു 27 സീരീസ് സ്ലൈഡിംഗ് വിൻഡോ. അപ്പോൾ ഇതിന്റെ ലോക്ക് വന്നിട്ട് കിങ് ലോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൺസീൽഡ് ലോക്കാണ്. അപ്പോൾ ഇതിന് ടച്ച് ലോക്ക് എന്ന് പേരുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു വിൻഡോ 27 സീരീസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 27 സീരീസിൽ നോർമൽ വിൻഡോ ആണ്. ഇത് 27 സീരീസിൽ ഓവർലാപ്പ് വരുന്നൊരു വിൻഡോ ആണ്. ഇത് ബ്രാൻഡ് ഹിൻഡാൽകോ ബ്രാൻഡാണ്. 27 സീരീസ് ആണ്. കളർ ഫിനിഷ് ഗ്രേ ഫിനിഷ് ആണ്. ഓക്കെ, ഇതിന്റെ ഹാൻഡിൽ നമുക്കൊരു മൾട്ടി ഹാൻഡിലാണ്. നേരത്തെ നമ്മൾ കൊടുത്ത ലോക്ക് നോർമലി ഒരു ടച്ച് ലോക്ക് ആയിരുന്നു, ഒരു കൺസീൽഡ് ലോക്ക് ആയിരുന്നു. ഇതിന് നമ്മളൊരു ഹാൻഡിൽ സിസ്റ്റം ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 27ൽ ഓവർലാപ്പ് ഫ്രെയിമാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഡബിൾ റെയിൽ നോർമലി ഫ്രെയിം ആയിരുന്നു. ഇത് ഒരു ഓവർലാപ്പ് ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇതിന്റെ ഹാൻഡിൽ വന്നിട്ട് പിന്നെ എസ് ബാഗ് ഹാൻഡിലാണ്. അതേപോലെ ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട് 2 ട്രാക്ക് ആയിരുന്നു. ഇത് 2 ട്രാക്കിന് പുറമെ നമുക്ക് എക്സ്ട്രാ ഒരു ഫ്രെയിമും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഓവർലാപ്പ് പറയാൻ കാരണം. ഇതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ ഒന്നുകൂടി ഒരു ഫിനിഷിംഗ് ആയിരിക്കും. നേരത്തെ കണ്ടത് ഒരു ട്രാക്കിൽ ഡബിൾ ട്രാക്കിലായിരുന്നു. അപ്പൊ നമുക്ക് ഇതാ ഒരു ഡോറിന്റെ ഹെഡ്ജ് കാണാത്ത രൂപത്തിൽ ഒരു ഫിനിഷിങ് കുറച്ചുകൂടെ നല്ലൊരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഈ ഒരു വിൻഡോ 35 സീരീസ് ആണ്. അതായത് സ്ലൈഡിങ്ങിൽ ഹെവി സീരീസ്. ഇപ്പൊ നേരത്തെ നമ്മൾ UPVC നമ്മൾ പാഷ് ഏരിയ കോർട്ട്യാർഡ് ഏരിയയിലൊക്കെ ചെയ്യേണ്ടത് കാണിച്ചു തന്നു. പക്ഷെ അലൂമിനിയത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഈ സീരീസ് എങ്കിലും ചെയ്യണം. അപ്പൊ മറ്റേത് നോർമലി നേരത്തെ കാണിച്ചതൊക്കെ നോർമൽ വിൻഡോ ആണ്, വിൻഡോ പർപ്പസ് ആണ്. ഡോർ പർപ്പസ് ഇപ്പോൾ കോർട്ട്യാർഡ് ഏരിയക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഡോർ പർപ്പസ് വേണം. ബാൽക്കണിക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഡോർ പർപ്പസ് ആണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മിനിമം ഈ ഒരു ഹെവി, ഈ ഒരു 35 സീരീസിലെ ഈ ഒരു ഹെവി സ്ലൈഡിങ് ഡോർ എങ്കിലും നമുക്ക് മിനിമം ചെയ്യണം. 35 സീരീസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഹെവി മെറ്റീരിയൽ ആവും. അതിന്റെ ട്രാക്കൊക്കെ നല്ല വിടുത്ത് ഉണ്ടാവും. അതേപോലെ അതിന്റെ സാഷ് ആണെങ്കിലും നല്ല ഹെവി സാഷ് ആയിരിക്കും. തിക്നെസ് പിന്നെ നമ്മൾ എല്ലാ തിക്നെസ്സും ഇപ്പോൾ ഹിൻഡാൽകോ ചെയ്യണ എല്ലാ തിക്നെസ്സും മിനിമം 1.5 എങ്കിലും തിക്നെസ് വരും. അതായത് ഹെവി മെറ്റീരിയൽ ആയിരിക്കും, നല്ല വെയിറ്റ് കൂടിയ മെറ്റീരിയൽ ആവും. അപ്പോൾ ഈ ഒരു ട്രാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാക്കിന്റെ പുറത്ത് നമുക്കൊരു ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹെഡ്ജ് ഒന്നും കാണില്ല, നല്ല ഫിനിഷിങ്ങിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്, UPVC സ്ലൈഡിംഗ് ഡോർ ആണെങ്കിലും അലുമിനിയം സ്ലൈഡിംഗ് ഡോർ ആണെങ്കിലും ഇപ്പൊ താഴെ ഫ്ലോറിൽ നിന്ന് വരുന്ന ഡോറുകൾ ഉണ്ടാവും. സിൽ ഹൈറ്റ് ഇല്ലാണ്ട് ഫ്ലോറിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആ ഫ്ലോർ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും. അലുമിനിയം ആണെങ്കിലും UPVC ആണെങ്കിലും നമുക്ക് ഫ്ലോർ കട്ട് ചെയ്തിട്ട് ട്രാക്ക് അടിയിലേക്ക് ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കാല് നടന്നു പോകുമ്പോൾ തടസ്സം ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇനി അത് കട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു 5 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് ഈ ഫ്രെയിമിന്റെ ഹൈറ്റ് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത്ര തടസ്സമായിട്ട് ഫീൽ ചെയ്യൂല. അപ്പോൾ കുറേ പേർക്ക് ഇതിൽ സംശയമാണ്. ഇപ്പോൾ നമുക്ക് ഒരു ലാറ്ററൈറ്റ് സ്റ്റോണ് വെട്ടുകല്ല്, അപ്പോൾ അതിൽ നമുക്ക് വിൻഡോ വെക്കുമ്പോൾ നമുക്ക് എത്ര സ്പേസ് ഇടണം എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അത് എത്ര ഇടേണ്ടത് ചോദിച്ചാൽ ഈ സ്ലൈഡിങ് ആണെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിലും മിനിമം നമുക്ക് പ്ലാസ്റ്ററിങ് അടക്കം നമുക്ക് മിനിമം നമുക്ക് ഒരു 12 സെന്റിമീറ്റർ എങ്കിലും പുറത്ത് സ്പേസ് വേണം. ആ 12 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഗ്രില്ല് വെക്കാൻ. എന്നാലും നമുക്ക് അകത്ത് നമുക്കൊരു ബ്ലൈൻഡ് കർട്ടൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അത് ചില ഹോളോ ബ്രിക്സ് ആണെങ്കിൽ നമുക്ക് പ്രശ്നം വരുള്ളൂ. ഹോളോ ബ്രിക്സ് ആകുമ്പോൾ നമുക്ക് കർട്ടൻ വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല. നമുക്ക് ലാറ്ററൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 12 സെന്റിമീറ്റർ കഴിഞ്ഞ് ഗ്രില്ല് കഴിഞ്ഞ് ബാക്കി കർട്ടൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഇനി ഈ ഒരു ഗ്ലാസ്, ഇതും ഡബിൾ ഗ്ലാസ് ആണ്. ഇതിന് ലാമിനേഷൻ ഗ്ലാസ് എന്നാണ് പേര് പറയുക. അതായത് 2 ഗ്ലാസ് തമ്മിൽ ഇത് ഒട്ടിക്കുകയാണ്. ഇതിന്റെ സെൻട്രൽ 1.5 തിക്നെസ്സിൽ കാണുന്നത് വിനയലാണ്. 6mm ഗ്ലാസ് പ്ലസ് 1.5 വിനയല്, പിന്നെ ഒരു 6mm ഗ്ലാസ്. അപ്പോൾ 2 ഗ്ലാസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ ഇത് അകത്ത് പുറത്തുനിന്ന് അടിച്ചൊന്നും പൊട്ടിച്ച് അകത്ത് കയറാൻ കഴിയില്ല. ചില ഏരിയകൾ നമുക്ക് കോർട്ട്യാർഡ് അതേപോലെ പാഷ് ഏരിയയിലൊക്കെ ഗ്രില്ല് വെക്കാൻ ബുദ്ധിമുട്ടാവും. ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ ഷോ പോകും. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ നമുക്ക്
ഈ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഗ്രില്ല് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അടിച്ച് പൊട്ടിച്ച് അകത്തേക്ക് കയറാൻ കഴിയില്ല. അത്രയും സേഫ്റ്റി, 100% സേഫ്റ്റി ഗ്ലാസ് ആണ്. ഇതിലെല്ലാം നമുക്ക് ഗ്ലാസ്സിൽ ഇപ്പോൾ ഇത് 6+6 ആണ്. സെൻട്രലിൽ 1.5 വിനേൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് ഇപ്പോൾ 6 ഉള്ളത് ഇനി 5+5 ആക്കാം, അല്ലെങ്കിൽ 8+8 ആക്കാം, 10+10 ആക്കാം, 12+12 ഒക്കെ ആക്കാം. അപ്പം അത്രയും കോസ്റ്റ് കൂടും. അതിന് ആവശ്യമില്ല ശരിക്കും. നമുക്ക് 6+6 ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം തിക്നെസ് 12 mm 13.5 mm തിക്നെസ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ധാരാളമാണ്. ഇനി അത്രയും നമുക്ക് സേഫ്റ്റി വേണമെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ 2 ഗ്ലാസ് പറഞ്ഞാൽ ഇത് ടഫൺ ഗ്ലാസ് ആണ്, നോർമൽ ടഫൺ ഗ്ലാസ്. ഇത് നോർമൽ ടഫൺ ഗ്ലാസ്സിൽ 8 mm ആണ്, ഇത് 12 mm ആണ്. ഇത് നമുക്ക് 6, അതേപോലെ 5, പിന്നെ 10 എല്ലാ തിക്നെസ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ഗ്ലാസിൻ്റെ കാറ്റലോഗാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഐറ്റം ഗ്ലാസ്സുകളുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച പ്ലെയിൻ ഗ്ലാസ് ആണ്. ഇനി പെർഫോമൻസ് ഗ്ലാസ്സുകളുണ്ട്, നമുക്ക് ചൂട് നന്നായിട്ട് കുറക്കാൻ പറ്റിയ ഗ്ലാസ്സുകളുണ്ട്. ലൈറ്റ് കൂളിങ്, ഡാർക്ക് കൂളിങ്, പിന്നെ ഗ്രീന്, ബ്ലൂ, അങ്ങനെ പല ഐറ്റം ഗ്ലാസ്സുകളുണ്ട്. ഇതിന് പെർഫോമൻസ് ഗ്ലാസ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്ലാസ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലാസ് ഒരുപാട് ഐറ്റം ഗ്ലാസ് നമുക്ക് UPVC ചെയ്യാൻ പറ്റും. UPVC ആണെങ്കിലും അലുമിനിയം വിൻഡോസ് ആണെങ്കിലും ഒരുപാട് ഗ്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് ഡബിൾ ഗ്ലാസ് ആണ്, DGU ഗ്ലാസ്. 2 ഗ്ലാസ് ആണ് ഇത് വരുന്നത്. 2 ഗ്ലാസിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് എയർ ഗ്യാപ്പാണ്. ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ നമുക്കിത് സൗണ്ട് പ്രൂഫാണ്. ഇത് ഫ്രെയിമിലിട്ട് സ്ലൈഡിങ് വിൻഡോ ആണെങ്കിലും ഫിക്സഡ് ഗ്ലാസ് ആണെങ്കിലും അതേപോലെ ഡോറാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ സൗണ്ട് പ്രൂഫ് ആയിരിക്കും. അതേപോലെ ചൂടിനെ മാക്സിമം കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ, നമ്മുടെ മൊണാർക്കിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടിക്കാട് ചുങ്കത്ത് ജാമിയ സഫ മാളിൻ്റെ 1st ഫ്ലോറിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, താങ്ക് യു.